ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ലഡു ഉണ്ടാക്കിയാലോ? സാധാരണ ലഡു അല്ല കേട്ടോ, ഡേറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ലഡു, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 10 ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10 കാഷ്യൂനട്ട്. ഇത് സാധാരണ റോ കാഷ്യൂനട്ടാണ്. പിന്നെ ഒരു 13 ബദാം. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിനകത്ത് വരുന്ന എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ 3 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യം ഈ ഡേറ്റ്സിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ബദാം ആദ്യം തൊലി കളയണം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലിട്ട് അതിൻ്റെ ആ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതായിപ്പം ഞാൻ ആ ഡേറ്റ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബദാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബദാമിൽ ഉള്ള ചെറിയൊരു വെള്ളം, നമ്മൾ കുതിർത്തിട്ടുകൊണ്ട് ചെറിയൊരു വെള്ളമയം ഉണ്ടാവും. ആ വെള്ളമയം ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് അധികമായിട്ടുള്ള വെള്ളം ഒന്നൊന്ന് തുടച്ച് കളയുക. ഇപ്പം അതിലെ അധികമായിട്ടുള്ള വെള്ളം അങ്ങ് മാറിയിട്ടുണ്ട്. ഇനി ഈ ബദാമും ഈ കാഷ്യൂനട്ടും കൂടെ നമുക്കൊരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കാഷ്യൂനട്ടും ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. ചെറു തീയിലാണ് ഇട്ടിരിക്കുന്നത്. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ ഈ കാഷ്യൂനട്ടിൻ്റെ സൈഡിൽ കൂടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. തീർത്തും അങ്ങ് ഫൈനായിട്ടുള്ള പൊടിയല്ല, ചെറിയ തരിതരിയായിട്ടുള്ള പൊടി പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ആ കാഷ്യൂനട്ടും ബദാമും തണുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡേറ്റ്സും ഈ നട്ട്സും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, കാരണം ഈ ഡേറ്റ്സ് നല്ല കട്ടിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും മിക്സ് ആവില്ല. അതുകൊണ്ട് ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ നട്ട്സിൻ്റെ മിക്സ്, ഈ കാഷ്യൂനട്ടും ബദാമും കൂടെ ഉള്ളത് ഈ ഡേറ്റ്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവണം. കണ്ടോ? ഇപ്പം ഇത് നല്ലപോലെ മിക്സായി നമുക്കിതുപോലെ വലിയൊരു ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിൽ റോൾ ചെയ്തെടുക്കണം. ലഡുവിൻ്റെ ഷേപ്പിൽ കൈ കൊണ്ട് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡേറ്റ്സ് ലഡു റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാവും. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ സ്നാക്ക് ബോക്സിൻ്റെ കൂടെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒന്നുമാണിത്. പലതരത്തിലുള്ള ഡേറ്റ്സ് ഉണ്ടാവും. മധുരം കൂടിയതും ഉണ്ടാവും, കുറവുള്ളതും ഉണ്ടാവും. നമ്മൾ ഡേറ്റ്സ് നല്ല മധുരമുള്ള ഡേറ്റ്സ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഇനി വേറൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.